വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 14, 53 മുതൽ 65 വരെയുള്ള വാക്യങ്ങൾ. ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ അവർ യേശുവിനെ പ്രധാന പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എല്ലാ പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും നിയമജ്ഞരും ഒരുമിച്ചുകൂടി. പത്രോസ് പ്രധാന പുരോഹിതന്റെ മുറ്റം വരെ അവനെ അല്പം അകലെയായി അനുഗമിച്ചു. പിന്നീട് അവൻ പരിചാരകരോടൊപ്പം തീ കാനുകൊണ്ടിരുന്നു. പുരോഹിത പ്രമുഖന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ വധിക്കുന്നതിന് അവനെതിരെ സാക്ഷ്യം അന്വേഷിച്ചു. പക്ഷേ അവർ കണ്ടെത്തിയില്ല. പലരും അവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെങ്കിലും അവ തമ്മിൽ പൊരുത്തപ്പെട്ടില്ല. ചിലർ എഴുന്നേറ്റ് അവനെതിരെ ഇപ്രകാരം കള്ളസാക്ഷ്യം പറഞ്ഞു: കൈകൊണ്ട് പണിത ഈ ദേവാലയം ഞാൻ നശിപ്പിക്കുകയും കൈകൊണ്ട് പണിയാത്ത മറ്റൊന്ന് 3 ദിവസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യും എന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിലും അവരുടെ സാക്ഷ്യങ്ങൾ പൊരുത്തപ്പെട്ടില്ല. പ്രധാന പുരോഹിതൻ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചോദിച്ചു: ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നതിന് നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ? അവൻ നിശബ്ദനായിരുന്നു, മറുപടിയൊന്നും പറഞ്ഞില്ല. പ്രധാന പുരോഹിതൻ വീണ്ടും ചോദിച്ചു: നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു? യേശു പറഞ്ഞു: ഞാൻ തന്നെ. മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ പ്രധാന പുരോഹിതൻ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു: ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ മരണത്തിന് അർഹനാണെന്ന് എല്ലാവരും വിധിച്ചു. ചിലർ അവനെ തുപ്പാനും അവന്റെ മുഖം മൂടിക്കെട്ടി മുഷ്ടി കൊണ്ട് ഇടിക്കാനും നീ പ്രവചിക്കുക എന്ന് അവനോട് പറയാനും തുടങ്ങി. ഭൃത്യന്മാർ അവന്റെ ചെകിടത്തടിച്ചു. എക്കാലത്തെയും കളങ്കിതമായ വിധിന്യായ പ്രക്രിയ. ഇന്നേ വരെയുള്ള ലോകചരിത്രത്തിൽ എക്കാലവും അറിയപ്പെടുന്ന കളങ്കപൂർണമായ ഒരു വിധി ന്യായത്തിന്റെ ചുരുളുകൾ നിവർത്തുകയാണ് സുവിശേഷകനായ മർക്കോസ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ എന്ന് നമുക്ക് കരുതാം. നിഷ്കളങ്കനും നീതിമാനും ധാർമ്മിക നേതാവുമായ യേശുവിൽ അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന നീതിന്യായ വ്യവസ്ഥയിലുള്ള എല്ലാതര ഗൗരവമായ കുറ്റങ്ങളും ആരോപിച്ചുകൊണ്ടാണ് യേശുവിനെ വിധിന്യായാസനത്തിങ്കൽ എത്തിക്കുന്നത്. പ്രധാനപ്പെട്ട കുറ്റങ്ങളായി ആരോപിക്കാനിടവന്നത് മതദ്രോഹം, രാജ്യദ്രോഹം, സർവോപരി ദൈവദ്രോഹം. ഈ വക കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടുകൊണ്ട് ന്യായാസനത്തിങ്കൽ നിർത്തപ്പെട്ട യേശുവിനെ ന്യായവിധി നടത്തുന്നതിന്റെ ഭാഗമായി സാക്ഷികളെ വിചാരണ ചെയ്യുന്ന അവസരത്തിൽ മുൻ പ്രസ്താവിച്ച തെറ്റുകൾ യേശുവിൽ നിലനിൽക്കുന്നതല്ല എന്നും ആ തെറ്റുകൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള തക്കതായിട്ടുള്ള തെളിവുകളുടെ അഭാവത്താലും ന്യായാധിപന്റെ സ്ഥാനത്ത് വഹിക്കുന്ന പ്രധാന പുരോഹിതൻ വിഷമത്തിലായി. ഈ വിഷമസന്ധിയിൽ മഹാപുരോഹിതൻ പ്രതിയായിട്ടുള്ള യേശുവിനോട് തന്നെ നേരിട്ട് ചോദിക്കുന്നു: താങ്കളുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങളെപ്പറ്റി താങ്കൾക്ക് എന്ത് അഭിപ്രായമാണ് പറയാനുള്ളത്? യേശു അതിനെ ഉത്തരമായി തന്നെ തന്നെ ന്യായീകരിക്കുന്നതിനോ നീതീകരിക്കുന്നതിനോ ആരോപിക്കപ്പെട്ട കുറ്റത്തിനെതിരായിട്ട് വാദഗതികൾ ഉന്നയിക്കുന്നതിനോ ഒന്നും തയ്യാറാകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല.
പരിപൂർണ നിശബ്ദതയാണ് യേശുവിന്റെ പ്രത്യുത്തരം. വിഷമസന്ധിയിലായ മഹാപുരോഹിതൻ തനിക്ക് അനുഭവപ്പെടുന്ന ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ഒരു വശത്ത്, ആരോപിക്കപ്പെട്ട കുറ്റങ്ങള് വേണ്ടത്ര തെളിവുകളോടുകൂടെ സ്ഥിരീകരിക്കാൻ സാധിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കുന്നതിനുള്ള വിഷമം മറ്റൊരു വശത്ത്, ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ കിടന്ന് വിഷമിക്കുന്ന മഹാപുരോഹിതന്റെ ചിന്തയിൽ അപ്പോഴാണ് ഒരാശയം ഉദിക്കുന്നത്. ആ ആശയപ്രകാരം യേശുവിനെ വെട്ടിലാക്കാൻ സാധിക്കുമെന്നതായിരുന്നു മഹാപുരോഹിതന്റെ ചിന്ത. അതിനനുസരിച്ച് വിധിയാളൻ ആയിട്ടുള്ള മഹാപുരോഹിതൻ യേശുവിനോട് നേരിട്ട് ചോദിക്കുന്നു, താങ്കളെ പറ്റി ജനങ്ങളിൽ ചിലർ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് താങ്കൾ എന്നൊക്കെ പറയുന്നതായിട്ട് ഒരു ശ്രുതിയുണ്ട് നാട്ടിൽ. താങ്കൾക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അതിന് യേശു മൗനം ഭഞ്ജിച്ചുകൊണ്ട് വ്യക്തമായും ശക്തമായും ഉത്തരം നൽകുകയാണ്. യേശു ഇങ്ങനെയാണ് ഉത്തരം നൽകിയത്: സത്യമായും ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് ഞാൻ. ദൈവത്തിന്റെ ഏകപുത്രനായ ഞാൻ ഒരു വേള വാനമേഘങ്ങളിൽ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനാകുന്നത് നിങ്ങൾ കാണും എന്നതായിരുന്നു യേശുവിന്റെ ഉത്തരം. ഈ ഉത്തരം യേശുവിൽ നിന്ന് വന്ന ഉടനെ വിധിയാളിന് യേശുവിനെ കുറ്റം വിധിക്കുന്നതിന് തക്കതായിട്ടുള്ള തെളിവുകൾ കിട്ടിയെന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയാണ്. ദൈവദൂഷണ കുറ്റം ഇവൻ സ്വയമായിട്ട് ദൈവത്തിന്റെ പുത്രനായിട്ട് അവരോധിക്കുന്നു. ഈ ദൈവദൂഷണം പ്രതിയായിട്ടുള്ള ആ വ്യക്തി തന്നെ പറയുന്നത് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളും കേട്ട് അതിന് സാക്ഷികളാണ്. അതുകൊണ്ട് കുറ്റം വിധിക്കുന്നതിന് വേണ്ടി മറ്റു തെളിവുകൾ ആവശ്യമില്ല എന്ന നിഗമനത്തിൽ മഹാപുരോഹിതൻ എത്തിച്ചേരുകയും യേശുവിനെ കുറ്റക്കാരനായിട്ട് വിധിച്ച് ജനങ്ങൾക്കായിട്ട് വിട്ടുകൊടുക്കുന്നു. ഉടനെ തന്നെ ജനങ്ങൾ അധികാരം കയ്യിലെടുത്തുകൊണ്ട് ആ വിധി നടപ്പിലാക്കുന്ന രംഗമാണ് തുടർന്ന് സുവിശേഷത്തിൽ കാണുക. അവർ യേശുവിന്റെ തലയിൽ മുണ്ടിട്ട് മൂടുന്നു, കണ്ണുകൾ അടയ്ക്കുന്നു. തുടർന്ന് മർദ്ദനം, അതിശക്തമായ മർദ്ദനം മുഖത്തും തലയ്ക്കുമെല്ലാം. എന്നിട്ട് പരിഹസിക്കുന്നു. നീ ദൈവത്തിന്റെ പുത്രനാണെന്നല്ലേ അവകാശപ്പെട്ടത്? നീ പ്രവചിക്കും, നിന്നെ മർദ്ദിച്ചത് ആരാണെന്ന്. ഇങ്ങനെയായിരുന്നു അവരുടെ ജൽപ്പനങ്ങൾ. പരിഹാസപൂർവമായിട്ടുള്ള ഈ പീഡന പ്രക്രിയ അക്ഷോഭ്യനായി ശാന്തനായി സ്ഥിതപ്രജ്ഞയോടുകൂടി ഏറ്റെടുക്കുന്ന സ്വീകരിക്കുന്ന വിസ്മരണീയമായ രീതിയിലുള്ള ഒരു മനുഷ്യനെയാണ് നമുക്ക് അവിടെ ദർശിക്കാൻ സാധിക്കുക. സത്യത്തിന്റെ പിൻബലത്തോടെയുള്ള ധാർമ്മികമായ ശക്തിയുടെ ശാന്തത എന്നല്ലാതെ എന്ത് പേരിട്ട് നാം ആ ശാന്തതയെ വിളിക്കും?